ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡെമോൺസ്ട്രേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കും, ഇൻട്രാക്ഷൻ. അതായത് എന്നെക്കുറിച്ച് എൻ്റെ ആരോഗ്യ സംരക്ഷണം, ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിന്നും ഹെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ പല വീഡിയോസിലൂടെ കാണിക്കുന്നുണ്ടെങ്കിലും ജനറലായിട്ട് ഈ ഷൂട്ടിൻ്റെ ഇടയിലെ തിരക്കും പുറത്തുള്ള ഔട്ട്ഡോർ ഷൂട്ടുകളും എൻ്റെ ഹെക്റ്റിക്കായിട്ടുള്ളൊരു ബിസി ലൈഫിനിടയിൽ ഞാൻ എങ്ങനെയാണ് കൃത്യമായിട്ട്, ഇപ്പോൾ ഞാനിങ്ങനെ വെറുതെ കാണിക്കുന്നതാണോ, എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ സ്കിന്നിന് വേണ്ടിയും ഹെയറിന് വേണ്ടിയൊക്കെ ചെയ്യുന്നത്, അപ്പോൾ കുറേ പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം കുറച്ച് മറുപടി തരാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എക്സ്പ്ലനേഷൻസ്, കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ ശരിക്കും ജെനുവിൻലി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ബ്യൂട്ടി വ്ളോഗിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കുറേ ഇപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്, നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അത് എത്രത്തോളം ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. പലപ്പോഴും ഹിപ്പോക്രസിയാണ് നമ്മൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങളിൽ ചെയ്യാറ്. നമ്മൾ എന്താണോ പറയുന്നത് അതായിരിക്കില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എങ്കിലും കുറേ പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഓക്കെ, അതിൽ ഒരു പ്രധാന സംശയം എന്ന് പറഞ്ഞാൽ, ചേച്ചി ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരേ ദിവസം തന്നെ പല 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 ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അതായത് വിശക്കുമ്പോൾ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. അല്ലാണ്ട് ഞാനിപ്പോൾ ഒരു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം നമ്മളെല്ലാം വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റിനൊരു സമയം, ലഞ്ച്, ഒരു കൃത്യനിഷ്ഠയോടുകൂടി 3 നേരം ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ടല്ലോ. പിന്നെ ചായ കുടിക്കുന്ന സമയം, രാവിലത്തെ ഒരു ചായ, വൈകുന്നേരത്തെ ഒരു ചായ കടി, അങ്ങനത്തെ കഴിക്കുന്നവരുണ്ട്. 4 മണി പലഹാരമായിട്ട്. പിന്നെ അതുപോലെ രാത്രി ഭക്ഷണം 7 മണിക്ക് മുന്നേ ഉള്ള ഭക്ഷണം, അങ്ങനെ കുറച്ച് റൂട്ടീൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ ആ ഗണത്തിൽപ്പെടുന്ന ആളല്ല എന്ന് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് വിശക്കുമ്പോൾ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ എന്നോട് ആരോ ചോദിച്ചു, അപ്പോൾ ചേച്ചി ഈ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഫുഡ് ടൂറാണല്ലോ. നമ്മുടെ ട്രാവലോഗ് എന്ന് പറയുമ്പോൾ ട്രാവൽ വിത്ത് ഫുഡാണ്. ആ ലോക്കൽ, ആ പ്രദേശത്തെ പ്രാദേശികമായ വിശേഷപ്പെട്ട ഭക്ഷണമൊക്കെ രുചിക്കുക എന്നുള്ളതും നമ്മുടെ ഈ ഒരു ട്രാവലോഗിൻ്റെ ഭാഗമാണ്. ആ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണുക, കൃഷി കാര്യങ്ങൾ കാണുക, പിന്നെന്താ പറയുക, ടെമ്പിൾസ് ഉണ്ടെങ്കിൽ അത് കാണുക, അവരുടെ ഒരു ലൈഫ് സ്റ്റൈല്, കൾച്ചറ്, ഫുഡ് ഹാബിറ്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്താണ് പോകുന്നത്. എനിക്ക് ഇതൊക്കെ അറിയാൻ ഇഷ്ടമുള്ള ഒരാളാണ്, അറിയാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ആ ദിവസമൊക്കെ കുറേ ഭക്ഷണം കഴിക്കാറുണ്ട്. നിങ്ങൾ ഒരുപാട് വീഡിയോസ്, ട്രാവൽ വ്ളോഗ്സ് കാണുന്നവർക്കറിയാം, ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയാൽ ധാരാളം സ്വീറ്റ്സ് കഴിക്കും. അവിടുത്തെ ലോക്കൽ ഡെലിക്കസീസ്, സ്വീറ്റ്സ് ആണെങ്കിൽ അതായിരിക്കും കൂടുതൽ. പിന്നെ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കും. പിന്നെ ഒരു ദിവസം തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സിലും കുഞ്ഞു കുഞ്ഞു കടകളിലും ഒക്കെ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ചേച്ചി റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഓക്കെ, അതിനുള്ള ഉത്തരം ആദ്യം പറയാം. അതായത് 2-3 ദിവസത്തെ ഷൂട്ടായിരിക്കും മാക്സിമം. അത് ഒരു ദിവസം നമ്മളൊരു 3 എപ്പിസോഡ് അല്ലെങ്കിൽ 3 വീഡിയോസാണ് എടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ എല്ലാത്തിലും ഒരു ഫുഡ് ഇൻക്ലൂസീവാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ചിലപ്പോൾ 1-2-3 സ്ഥലത്തേക്ക് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആ വീഡിയോയിൽ കുറവാണ് അതിൻ്റെ കോണ്ടൻറ്റ് വൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 സ്ഥലങ്ങളും കൂടെ കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. മാത്രമല്ല ആ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വീണ്ടും നല്ല കുറേ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്സ് ഉണ്ടാവും. അപ്പോൾ അത് കഴിക്കാൻ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വയറ് ഓൾറെഡി ഫുള്ളാണ്. നമുക്കറിയാലോ, നമ്മൾ 2 ഇഡലിയോ, ഞാൻ സാധാരണ കഴിക്കുന്നത് വെച്ചാൽ എൻ്റെ വയറിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വീട്ടിലാണെങ്കിൽ ഞാനൊരു 2 ഇഡ്ഡലി അല്ലെങ്കിൽ മാക്സിമം പോയാൽ 3 ഇഡ്ഡലി, അതിനപ്പുറം ഞാൻ കഴിക്കാറില്ല. ദോശയാണെങ്കിൽ ഒരു 2-3 ദോശ. ദോശ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഗീ റോസ്റ്റാണ് പ്രിഫറബിളി കഴിക്കുന്നത്. നെയ്യ് ദോശ തന്നെയാണ് കഴിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തട്ട് ദോശ പോലെ ഉണ്ടാക്കി കഴിക്കും. ഓക്കെ, അത് പൊടിയൊക്കെ ഇട്ടിട്ട് പൊടി ദോശയാക്കി കഴിക്കും. അതാണെങ്കിൽ 2 to 3, അതിനപ്പുറം ഇല്ല. ഗീ റോസ്റ്റ് ആണെങ്കിൽ 2-3 എണ്ണം കഴിക്കുക. അത് കുറച്ചുകൂടെ തിന്നറാണല്ലോ, ചെറുത്. നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ വലിയ ഇത്രയും നീളത്തിനുള്ളതല്ല, ചെറിയ വട്ടത്തിന് നമ്മുടെ ദോശക്കല്ലിൻ്റെ വലിപ്പത്തിനുള്ളതാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊരു 3 എണ്ണം ആണ് സാധാരണ കഴിക്കാറ്. പിന്നെ ഒരു മുട്ട കഴിക്കും, അത് റുട്ടീനാണ്. അങ്ങനെയെല്ലാം കഴിച്ച് പോകുന്ന ആളാണ്. അപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളല്ലല്ലോ. നമ്മൾ കുറേ മസാല ദോശ, ഗീ റോസ്റ്റ്, ഊത്തപ്പം, അങ്ങനെ പല കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പോയ ദിണ്ടിഗലിലാണെങ്കിൽ രാവിലെ തൊട്ട് ബിരിയാണി കഴിക്കലായിരുന്നു. അപ്പോൾ ഈ സാധനം തന്നെ എന്താ പറയുക, ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ വേറൊരു കടയിൽ ചിലപ്പോൾ വീണ്ടും പൂരി, മസാല, എങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പോൾ അവിടെയും ഇതുപോലുള്ള കുറേ സാധനങ്ങൾ കഴിക്കും. ഊത്തപ്പമായിരിക്കും, അങ്ങനെ കുറേ സ്വീറ്റ്സ് കഴിക്കും ഇതിനിടയിൽ, അവിടുത്തെ സ്പെഷ്യൽ. പിന്നെ കോഫി സാധാരണ കുടിക്കുന്ന ആളല്ല, കോഫി ചായ ഒന്നും ഞാൻ കുടിക്കാറില്ല റൊട്ടീനായിട്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ അവിടുത്തെ കോഫി കുടിക്കും, അതായത് ഫിൽറ്റർ കോഫി കുടിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ, പിന്നെ കുറേ ജ്യൂസ് കടകളിൽ പോവുകയാണെങ്കിൽ കുറേ ജ്യൂസ് കുടിക്കും.
ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും എൻ്റെ വയറിൻ്റെ കപ്പാസിറ്റി എനിക്കറിയാം, അത് അത്രയൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള തയ്യാറെടുപ്പാണ്. അടുത്ത ഡ്രസ്സ് മാറിപ്പോയിട്ട്, അല്ലെങ്കിൽ ഡ്രസ്സ് മാറാതെ ആണെങ്കിൽ നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ തമ്പ്നെയിലിൽ മാത്രം കളർ മാറ്റി കൊടുക്കാറുണ്ട്, ഡ്രസ്സ് മാറാനുള്ള സൗകര്യമില്ലെങ്കിൽ. അല്ലെങ്കിൽ ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ആ സെയിം ഡേ തന്നെയാണ് അടുത്ത എപ്പിസോഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് 3 ദിവസമായിട്ട് കാണുന്നു, ഞാനത് ഒരു ദിവസം തന്നെ എത്ര ആഹാരം കഴിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ക്യാമറ ഓണായിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം കഴിച്ച് തുടങ്ങുമ്പോൾ കാണിക്കുന്ന കാര്യങ്ങളും നിങ്ങളോട് അതിൻ്റെ ടേസ്റ്റ് പറയുന്ന ഒരു ടേസ്റ്റിംഗ് സെഷനാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. അത് മാത്രമേ ചെയ്യുള്ളൂ. ക്യാമറ എപ്പോഴും ഓഫ് ആവുന്നു അത് ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ക്യാമറ ഓഫ് ചെയ്യുന്നത്. അതായത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാനത് ആ ഒരു കണ്ടിന്യൂറ്റി ക്ലോസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ക്യാമറ അവിടെ കട്ടായി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കൽ നിർത്തുകയാണ്. അല്ലെങ്കിൽ എനിക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല, എനിക്കങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഓവറായിട്ട് ഞാൻ ഈറ്റ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും സ്വീറ്റ്സും ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴും അല്ലല്ലോ, എല്ലാ ദിവസവും അല്ലല്ലോ. മാസത്തിൽ ഒരു 3-4 ദിവസമായിരിക്കും ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാക്സിമം ഞാൻ പുറത്ത് പോയുള്ള ഷൂട്ടും എല്ലാം കൂടി കഴിഞ്ഞാൽ എനിക്കൊരു മാസം 12 എപ്പിസോഡ് മതി. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് ഒരു 2-3 ദിവസം ലോങ് ട്രിപ്പ് എടുക്കും. അല്ലാതെ ഡെയിലി പോയി ചെയ്ത് വരുന്ന ഒരു ലഞ്ച് കഴിക്കാനോ അല്ലെങ്കിൽ ഈവനിങ് ഒരു ഡിന്നർ കഴിക്കാനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പോയിൻ്റ് പോയിട്ട് വരുന്ന അങ്ങനെയുള്ളൊരു 3-4-5 ദിവസത്തെ ഷൂട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10 ദിവസം ഞാൻ ഓവർ ഈറ്റിംഗ് ആണെന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഹെൽത്തി അല്ലാതെ ഞാൻ കഴിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി സമയം വീട്ടിലുള്ളപ്പോൾ ഞാൻ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് ഭക്ഷണം കഴിക്കില്ല, മിതമായ ഭക്ഷണം തന്നെയാണ്. രാവിലെ ഏതെങ്കിലും ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ്, ചില ദിവസങ്ങളിൽ 2 നേരം ഭക്ഷണം കഴിക്കും. ഞാൻ ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ലേറ്റായിട്ടൊരു ലഞ്ച് കഴിക്കും. പിന്നെ ഞാൻ ഡിന്നർ കഴിക്കാറില്ല. പിന്നെ അങ്ങനെ സ്വീറ്റ്സൊന്നും അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ വലുതായിട്ട് കഴിക്കാറില്ല. ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്, ഫ്രൂട്ട് ജ്യൂസായിട്ട് കുടിക്കാൻ ശ്രമിക്കാറുണ്ട്, ഫ്രൂട്ട്സായിട്ട് കഴിക്കാൻ നോക്കാറുണ്ട്. പിന്നെ മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ മീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചോറിൻ്റെ കൂടെ മീൻ കഴിക്കും, പച്ചക്കറികൾ കഴിക്കും, പയറുവർഗ്ഗങ്ങളെല്ലാം കഴിക്കും. അപ്പം നമ്മുടെ ഡയറ്റിൽ ബാക്കി ദിവസം എനിക്ക് പറ്റുന്ന രീതിയിൽ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. എന്തായാലും പയർ പോലുള്ള, പിന്നെ ലീഫി വെജിറ്റബിൾസ് കഴിക്കും. ഞങ്ങളുടെ വീട്ടിൽ വളരെ നാടനായിട്ടുള്ള ഭക്ഷണമാണ് അല്ലാതെ എല്ലാ ദിവസവും തയ്യാറാക്കുന്നത്. അപ്പോൾ അവിയൽ, തോരൻ, കിച്ചടി, പച്ചടി, നമ്മുടെ തനി നാടൻ ഭക്ഷണം. അപ്പോൾ അതിലെല്ലാം ഉൾക്കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊരു ചമ്മന്തി അരച്ചാലും ചോറ് കഴിക്കാൻ പറ്റുന്ന ആളാണ്. ഒരു ഉണക്കമീൻ ഫ്രൈ ചമ്മന്തി ഉണ്ടെങ്കിലും മതി. പിന്നെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധികം പുളിയില്ലാത്ത തൈര്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഒരു കട്ടോരിയെങ്കിലും തൈരോ അല്ലെങ്കിൽ മോരാണെങ്കിൽ 1-2 ഗ്ലാസ് കുടിക്കാൻ നോക്കും. അല്ലെങ്കിൽ കട്ട തൈര് ഒരു ബൗള് നിറച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഡയറ്റിൽ ഡെഫിനറ്റ്ലി പ്രോബയോട്ടിക്സ് അടങ്ങുന്ന ഭക്ഷണമാണ് തൈര്. അത് കഴിക്കും. ഞാൻ പാൽ കുടിക്കുന്ന ആളല്ല, പക്ഷേ തൈര് കഴിക്കും. പിന്നെ നെയ്യ് ഞാൻ കഴിക്കും. നെയ്യ് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ സ്കിന്നിന് ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. വെറും വയറ്റിൽ നെയ്യ് കഴിച്ചാലും വളരെ നല്ലതാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നെയ്യ് ദോശ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ പൊടി ദോശയാണെങ്കിൽ അതിലും നെയ്യൊക്കെ ചേർത്ത് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ റിച്ചാണ്. പിന്നെ മുട്ട ഒരു സമ്പൂർണ്ണ ആഹാരമാണ്. ഒരു ഹോൾ എഗ്ഗും ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ അതും എൻ്റെ ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട്. പിന്നെ എനിക്ക് ഏത്തപ്പഴം ഇഷ്ടമാണ്. ഏത്തപ്പഴം ഇൻ എനി ഫോം, നെയ്യിൽ വറുത്തിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്, പുഴുങ്ങി കഴിക്കാനും ഇഷ്ടം. അപ്പോൾ അത് ഞാൻ പറ്റുന്ന ദിവസമൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഏത്തപ്പഴം തടി കൂട്ടുന്ന ഒരു കാര്യമാണ്. എനിക്ക് പക്ഷേ അങ്ങനെ തടി കൂടുന്നതിൽ എനിക്ക് വിരോധമുള്ള ആളല്ല. എനിക്ക് ഭയങ്കര മെലിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ഒരുപാട് മെലിഞ്ഞിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് രണ്ടും കൂടി നോക്കുമ്പോൾ എനിക്കിപ്പോൾ, ഞാൻ ഇതിനു മുന്നേ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്രിഫറബിളി എനിക്ക് കുറച്ച് വണ്ണമുള്ള, കുറച്ചൊരു പ്ലം ആയിട്ടിരിക്കുന്ന എന്താ പറയുക, കുറച്ചൊരു വണ്ണമുള്ള രീതിയിൽ നിൽക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു ഫാഷൻ്റെ പുറകെ പോവുകയാണെങ്കിലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് ചേരാത്ത ഡ്രസ്സ് ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ചേരുന്നതാണെങ്കിൽ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചേരുന്ന ഡ്രസ്സ് എന്താണോ അതിട്ടിട്ട് അത് നമ്മുടെ ഫാഷനായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. നമ്മുടെ ശരീരത്തിന് ഏതാണോ, അതുപോലെ ഈ വണ്ണത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും വണ്ണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ചേരുന്നത് എന്താണോ അത് ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം ഈ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വണ്ണമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് എല്ലാവരും പറയും. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലമായിട്ട് ഈ ഒരു വണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ വണ്ണമൊക്കെ കുറച്ച് ഭയങ്കരമായിട്ട് സ്ലിം ആയി കഴിഞ്ഞാൽ എനിക്ക് ഏജ് അങ്ങോട്ട് കൂടുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ സാഗായി പോകും. നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു അസുഖം വന്ന് മെലിഞ്ഞതുപോലൊരു ഫീലിംഗ് ആൾക്കാർക്ക് വരും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ജിമ്മിലൊക്കെ പോയി വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ മസിലൊക്കെ ബിൽഡ് ചെയ്യണം. എനിക്കങ്ങനെ വലിയ പാടാണ്. എനിക്ക് മസിൽ ബിൽഡ് ചെയ്യാനൊന്നും പറ്റില്ല. അത്രയും പറ്റില്ല, എൻ്റെ ബോഡിക്ക് അത് താങ്ങില്ല. പിന്നെ എനിക്കങ്ങനെ മസിൽ വെച്ചാൽ എൻ്റെ ശരീരത്തിന് അത് ചേരില്ല. അങ്ങനെ മസിൽഡ് ബോഡിയായിട്ട് നോക്കി എന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഇങ്ങനെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളൊരു
ടൈപ്പ് ഓഫ് സ്കിന്നും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറിങ്ങാണ് എൻ്റെ ഒരു നമ്മുടെ ഒരു നേച്ചർ അതാണ്. അപ്പോൾ അതിനെനിക്ക് മസിലാവാനൊന്നും എനിക്ക് താല്പര്യമില്ല. കുറച്ച് ഭയങ്കര ഹാർഡ് വർക്കാണ് അത് അങ്ങനെ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ട് അവർക്കറിയാം. അപ്പം അത്രയും ഡെഡിക്കേഷൻ, ചില കാര്യങ്ങളിൽ അത്രയും ഡെഡിക്കേഷൻ വേണം. എല്ലാവർക്കും ആ ഡെഡിക്കേഷൻ, എനിക്ക് ചില കാര്യങ്ങളിൽ ഡെഡിക്കേഷനുണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ. പക്ഷേ ഈ ജിമ്മിൽ പോണതും ബോഡി ബിൽഡിങ് ആൻഡ് മസിൽ ബിൽഡിംഗ് ഒന്നും എൻ്റെ ഡെഡിക്കേഷൻ ഇതിനകത്ത് വരുന്നതല്ല. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ ചെയ്യും, ഡോക്ടേഴ്സ് അത്രയും റെക്കമെൻഡ് ചെയ്താൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷേ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ജിമ്മല്ല, ഫിസിയോതെറാപ്പിയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, എൻ്റെ മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഡയറ്റ്, എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഓവർ ഈറ്റിംഗ് അല്ല, ഞാൻ വളരെ മിതമായി കഴിക്കുന്ന ആളാണ്. ക്വാണ്ടിറ്റി പോർഷൻസ് ഞാൻ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിക്കും. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഫുഡെന്ന്. പിന്നെ എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും പുറത്തൊക്കെ പോയപ്പോൾ കോമ്പറ്റീഷൻസൊക്കെ ജഡ്ജ് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ടേസ്റ്റിംഗ് ആണ്. ആ ടേസ്റ്റ് ചെയ്യുന്ന ദിവസം പിന്നെ അന്നത്തെ ദിവസം അതിന് മുന്നേ ഞാൻ ഭക്ഷണം കഴിക്കില്ല, അത് കഴിഞ്ഞ് ഞാൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാലൻസ് ചെയ്യാനാണ് നോക്കുന്നത്. ഈ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടത്. അതുകൊണ്ടാണ് കുറേ കാലമായിട്ട് ഇതേ ഒരു പാറ്റേണിൽ തന്നെ ശരീരം കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ആരോഗ്യപരമായ മറ്റ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെയെങ്കിലും അസുഖം, കൊളസ്ട്രോൾ, ചേച്ചിക്ക് കൊളസ്ട്രോൾ ഇല്ലേ? ദൈവം സഹായിച്ച് കൊളസ്ട്രോൾ ഇല്ല, പിന്നെ ഷുഗറില്ല. ഇത്രയും ഷുഗർ കഴിച്ചിട്ട് ഷുഗറില്ല. കാര്യം ഞാൻ ചായ കാപ്പിയൊന്നും സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളല്ല, അതിലൂടെ മധുരമൊന്നും ഇട്ട് കഴിക്കുന്ന ആളല്ല. അപ്പം അതുകൊണ്ട് ആയിരിക്കാം, അറിയില്ല. എന്തായാലും ഇല്ല, കുടുംബപരമായിട്ടും ആർക്കും ഷുഗറും കൊളസ്ട്രോളും ഉള്ള ആൾക്കാരല്ല എൻ്റെ അച്ഛനമ്മ. അങ്ങനെ നോക്കുന്നു. ചിലപ്പോൾ അതും ആകാം, കുറച്ചൊക്കെ ഹെറിഡിറ്ററി ഫീച്ചേഴ്സ്. പിന്നെ പ്രഷർ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആർക്കും ഇല്ലായിരുന്നു, പക്ഷേ എനിക്ക് പ്രഷർ ഒരു 17 വർഷമായിട്ട്, ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് അബോവായിട്ട് എനിക്ക് പ്രഷറിൻ്റെ അസുഖമുണ്ട്. പ്രഷർ ആൻഡ് ഹൈപ്പർ ടെൻഷൻ. പ്രഷർ അതെൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതായിരിക്കാം. പ്രഷർ ഗുളികയുണ്ട്, കഴിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അത് ഞാൻ റെഗുലറായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മുടങ്ങും, എങ്കിലും ഞാൻ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യം. പിന്നെ പുറമേ ഉള്ള കാര്യം, പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ്, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നാച്ചുറൽ പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ തന്നെയാണ്. ഇപ്പോൾ പാലിൻ്റെ പാട, തൈര്, കസ്തൂരി മഞ്ഞൾ, ഇതൊക്കെ എൻ്റെ എന്താ പറയുക, സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ തലമുടി, ഞാൻ ഓഫ് കോഴ്സ് എനിക്ക് പണ്ടും സ്ട്രെയിറ്റ് ഹെയർ തന്നെയായിരുന്നു, എങ്കിലും ഞാൻ കാലത്തിന് വന്ന മാറ്റം അനുസരിച്ച് ഞാനും പോയി എന്താ പറയുക കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്. ഹെയർ കുറച്ചുകൂടെ ഷോർട്ടാക്കിയിട്ട്, എനിക്ക് കുറച്ചുകൂടെ ലോങ് ഹെയർ ആയിരുന്നു, എൻ്റെ ഒരു വേസ്റ്റ് വരെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മുടിയുടെ തിക്നെസ് കുറഞ്ഞ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ഷോർട്ട് ആക്കുമല്ലോ. പിന്നെ കുറച്ചുകൂടെ ഒരു ഫാഷൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഹെയർ സലൂണിൽ പോകാറുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും പോയി ഹെയർ വാഷിങ് ആൻഡ് സെറ്റിങ് ചെയ്യും. ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സെറ്റ് ചെയ്ത് കിടന്നാലും മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഷേപ്പിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ സ്വന്തമായിട്ട് ഷാമ്പൂ ചെയ്ത് സെറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അവിടെ പോയാൽ അവർ നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തൊക്കെ തരും. അതുകൊണ്ട് പിന്നെ പീരിയോഡിക്കലി മുടി വെട്ടാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഞാൻ ചെയ്യുക, പിന്നെ കളറിങ്. അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്. ചേച്ചിയുടെ നരച്ച മുടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? നരച്ച മുടി ഓഫ് കോഴ്സ് നരച്ച മുടി ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും ഒരു 40s കഴിഞ്ഞാൽ മുടിയുടെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മുടി നരച്ച് തുടങ്ങും, പല ഭാഗങ്ങളിലായിട്ട് വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യും? അപ്പോൾ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും കളർ ചെയ്യേണ്ടി വരും. ഞാൻ പക്ഷേ ചിലപ്പോൾ ഒക്കെ എനിക്ക് 2 പ്രാവശ്യം കളർ ചെയ്യേണ്ട ആവശ്യം. ചില പ്രാവശ്യം പോകുമ്പോൾ റൂട്ട് മാത്രമായിട്ട് കളർ ചെയ്യും, അതും ക്രൗൺ ഏരിയ മാത്രം, ബാക്കിലേക്കൊന്നും കളർ ചെയ്യില്ല. അത് വളർന്നു വരാൻ സമയമെടുക്കും. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ, എല്ലാ ഭാഗത്തും ഇല്ല, ഫുള്ളായിട്ട് അങ്ങ് നരച്ച് പോയിട്ടുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് റൗണ്ട് പോകുമ്പോൾ ക്രൗൺ ഏരിയ മാത്രമല്ല ബാക്കും എല്ലാം കൂടി ചേർത്തിട്ട് ചെയ്യും. റൂട്ട് മാത്രം ചെയ്താൽ മതിയില്ല, ആ കളർ മാറി വരുന്ന ഭാഗം. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരാഴ്ചയെല്ലാം കഴിയുമ്പോൾ ചെറുതായിട്ടൊക്കെ ഗ്രോത്ത് വരുന്നതിനനുസരിച്ച് റൂട്ട്സ് ചെറുതായിട്ട് കളർ മാറി വരും. അത് എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഒരു കളറിങ് പൗഡേഴ്സ് കിട്ടും. അത് ഓൺലൈൻ കിട്ടുന്ന സാധനമാണ്. അതിൻ്റെ ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, ബ്ലാക്ക്, എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അതൊന്ന് ഡസ്റ്റിങ് പൗഡേഴ്സാണ്. അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അത്യാവശ്യം മറിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് ഷൂട്ടിൻ്റെ ആവശ്യം, വെറുതെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അതൊന്നും മറിക്കേണ്ട ആവശ്യം വരില്ല, കാര്യം അത്ര വിസിബിൾ ആയിരിക്കില്ല. പക്ഷേ ഷൂട്ട് ആയതുകൊണ്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ് വരുന്നത് കൊണ്ട് നമുക്കത് പുറത്തോട്ട് പോയി ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഡസ്റ്റിംഗ് പൗഡറിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കൊരു കോൺഫിഡൻസ് അത് ഉള്ളതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി ചെയ്തത്. പിന്നെ ഇതുവരെയും മുഖത്ത് വേറെ കലാപരിപാടികളൊന്നും ചെയ്തിട്ടില്ല, എക്സെപ്റ്റ് ഫോർ മൈ ഐബ്രോസ് അറിയാലോ, മൈക്രോ ബ്ലേഡിങ് ചെയ്തു. അത് ഞാൻ അല്ലാതെയും കാണിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അത് ചെയ്തതിന് ശേഷം നല്ലൊരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് വളരെ പണ്ടത്തെ അത്രയും, അതായത് പണ്ട് നല്ല തിക്ക് ഐബ്രോസ് ആയിരുന്നു, പിന്നെ കുറഞ്ഞ് നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ ഐബ്രോസിൻ്റെ തിക്നെസ് കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ അതിൻ്റെ
ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നു. അത് ചെയ്യാൻ അങ്ങനത്തെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ചെയ്താൽ തെറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അത് ചെയ്തത്. പിന്നെ ഞാൻ വനോറ ഓർഗാനിക്സിൻ്റെ പ്രോഡക്റ്റ്സ് തേക്കുന്ന കാര്യം പറയാറുണ്ട്. വൈറ്റമിൻ സി, പിന്നെ വൈറ്റമിൻ ഇ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുഖത്ത് പുരട്ടാറുണ്ട് റെഗുലറായിട്ട്. പിന്നെ എല്ലാ ഞാൻ കാണിച്ചിട്ടുള്ള പലതരം ഫേസ് പാക്കുകളുണ്ട്, നാച്ചുറലായിട്ടുള്ള, അതെല്ലാം ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെന്താ, സ്ലോക്സ്ബേയുടെ ഒരു ക്രീം ഞാൻ കാണിക്കാറുണ്ട്, മോയ്സ്ചറൈസർ, അതും ഞാൻ ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ എല്ലാം എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മാറി മാറി ഓൾട്ടർനേറ്റ് ചെയ്തിട്ടായിരിക്കും. ചില ദിവസം അതായിരിക്കും, ചില ദിവസം ആയിരിക്കും. എന്തായാലും ആഴ്ചയിൽ 2-3-4 ദിവസം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ആളാണ്. പിന്നെ മന്ത്ലി ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പോകാറുണ്ടോയെന്ന് വെച്ചാൽ ഒരു 3-4 മാസത്തിലൊരിക്കൽ മാത്രമാണ് ഞാൻ ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഡോക്ടർ രാജേഷ് നായർ സ്കിൻ ക്ലിനിക്കിൽ പോകാറുണ്ട്. ഇടയ്ക്ക് പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് കാര്യമായിട്ട് വന്ന സമയത്ത് അവിടെ പോയി കെമിക്കൽ പീലിങ് ചെയ്യാറുണ്ട്. പിഗ്മെൻറ്റേഷൻ നല്ലതാണ്. അപ്പോൾ ഇവിടുത്തെ കളറ് കുറച്ചൊന്ന് ഡാർക്ക് ആയി വരുമ്പോൾ ഇച്ചിരി ഒന്ന് പീലിങ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നുകൂടെ ലൈറ്ററാകും. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് എൻ്റെ സ്കിൻ കെയറിന് വേണ്ടിയും ഹെയറിന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ പോലും ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ മസാജ് കൊടുത്തിട്ട് നന്നായിട്ട് വീട്ടിൽ തന്നെ ഷാമ്പൂ വാഷ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഹെയർ പാക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ആ ദിവസമായിരിക്കും ഇടാൻ പോണേ. എഗ്ഗെല്ലാം നല്ലതാണ് ഹെയറിലിടുന്നത്, അതെല്ലാം ചെയ്യാറുണ്ട്. അങ്ങനത്തെ പിന്നെ എഗ് വൈറ്റ് മുഖത്ത് പുരട്ടാറുണ്ട്. ഇങ്ങനെയുള്ള എൻ്റെ റുട്ടീനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. പിന്നെ കുറച്ച് പേര് അത് ശത്രുക്കളാണോ എന്നറിയില്ല, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ തലയിൽ എന്താ വിഗാണോ, കുഞ്ഞിങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ എന്നെ മുടി പിടിച്ച് വലിക്കുമ്പോൾ ഞാൻ അയ്യോ പിടിക്കല്ലേ പറയുമ്പോൾ ഉടനെ അതിന് അടിയിലൊരാൾ കമൻറ്റ്, ഓ കുഞ്ഞ് പിടിച്ച് വലിച്ചാൽ മുടി ഊരി പോകുമല്ലേ, വിഗ് വെച്ചിരിക്കുമല്ലേ, ഇത് ഒരു എക്സ്റ്റൻഷനും ഇല്ല, ഒരു വിഗും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല സോഫാർ. പിന്നെ ചെയ്യുന്ന ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത് മുടിക്ക് കുറച്ച് കുറവുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ്റ്റൻഷൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അത് വയ്ക്കാൻ പറ്റുന്നവർക്ക് വയ്ക്കാമല്ലോ. അതൊന്നും ഒരു കുറ്റവും കുറവുമല്ല. ഓരോരുത്തർക്ക് അവരവരുടെ ബ്യൂട്ടിയെക്കുറിച്ച്, ഇപ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്ന്, ഹെയർ, നമ്മുടെ മുഖ സൗന്ദര്യം, നമ്മുടെ ശരീര സൗന്ദര്യമൊക്കെ എന്തിനാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആരെ കാണിക്കാനാണ് എന്ന് തോന്നുമ്പോൾ മനസ്സിൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി, അത് ഒരാളുടെ കോൺഫിഡൻസാണ്. എപ്പോഴും കണ്ണാടി നോക്കുമ്പോൾ നന്നായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസാണ്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടണമല്ലോ. ആദ്യം നോക്കേണ്ടത് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല കണ്ണാടി. അപ്പോൾ നമ്മളാണ് നമ്മളെ വിലയിരുത്തേണ്ടത്, ഒരു തേർഡ് പേഴ്സണല്ല. പക്ഷേ എനിക്ക് എന്നെ ഇഷ്ടമായിരിക്കാം. ഒരു പക്ഷേ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മളൊരു 25 പേരെ കാണുമ്പോൾ അതിലൊരു 20 പേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ഒരു 5 പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. 5 പേരുടെ ഇഷ്ടക്കേട് നമ്മൾ അറിയേണ്ട. നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ, നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ, നമ്മൾ എടുത്തിരിക്കുന്ന ഹെയർ സ്റ്റൈലും മേക്കപ്പും എങ്ങനെയാണോ നമ്മളെ ക്യാരി ചെയ്യുന്നത് അത് നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ദെൻ വൈ വറി, മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മുടെ മുഖം നമുക്ക് ഇഷ്ടപ്പെടണം, നമ്മുടെ ശരീരം നമുക്ക് ഇഷ്ടപ്പെടണം. നമ്മളെക്കുറിച്ച് കോൺഫിഡൻ്റ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാം. ഇതിനെ കുറ്റം പറയുന്നവർ, നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർ പലതും പറയും. അപ്പോൾ ഈ മുടിയെക്കുറിച്ചാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. സ്ഥിരമായിട്ട് എന്തൊരു ലത്ത സംതിങ്ങാണ് എപ്പോഴും വന്നത്, മനഃപൂർവ്വം എന്ന് പറയുന്നതാണെന്ന് എനിക്കറിയാം. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ഇതൊരു വലിയൊരു ശത്രുവാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. എന്നോട് അത്രയും ദേഷ്യമുള്ള ആരുമാണ് എൻ്റെ ഹെയറിനെ കുറിച്ച് ഇങ്ങനെ വന്നിങ്ങനെ പറഞ്ഞിട്ട് പോകണേ. ഓക്കെ, പിന്നെന്താ പറയുക, അതാണ് ഒരു മെയിൻ കാര്യം. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പല രീതിയിലുള്ള കമൻറ്റ്സ് ഞാൻ പണ്ടും കേട്ടിട്ടുണ്ട്, ഇപ്പോഴും മാത്രമല്ല കേൾക്കുന്നത്. എൻ്റെ സാരി ഉടുക്കുന്ന രീതിയാണെങ്കിലും, ഉടുക്കുന്ന ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ അതെല്ലാം ഉണ്ട്. എനിക്ക് കംഫർട്ടബിൾ ആണോ, ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എനിക്കതിലൊരു നാണക്കേടും ഇല്ല, എനിക്ക് ഓക്കെ ഐ ക്യാൻ ക്യാരി ഇറ്റ് എന്ന് തോന്നിയാൽ ഞാൻ അത് ഏത് വസ്ത്രമാണെങ്കിലും ഞാൻ ധരിക്കാൻ തയ്യാറാണ്, ഞാൻ ധരിക്കുകയും ചെയ്യും. അത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അവിടെ എനിക്ക് ഇമ്മെറ്റീരിയലാണ്. അതാണ് ഞാൻ എന്നെക്കുറിച്ചുള്ള വിലയിരുത്തൽ. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്ന ഒരു പ്രധാന കാര്യം, ചേച്ചിയുടെ എനർജിയുടെ സോഴ്സ് എന്താണെന്നത്. എനർജി കിട്ടുന്നത് എങ്ങനെയാണ് ഈ വർക്കെല്ലാം ചെയ്യാനായിട്ട്? എനിക്കൊരു മടുപ്പില്ലാതെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് എൻ്റെ ഉള്ളിലെ ഒരു സ്പിരിറ്റാണ്. ഞാനത് ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ആയതുകൊണ്ടാണ്. എനിക്ക് മടി പിടിച്ചിരിക്കാം, എനിക്ക് ധാരാളമായിട്ട് മടി പിടിച്ചിരിക്കാം. അങ്ങനെയൊന്നും ഇരിക്കാൻ എനിക്ക് തോന്നാറില്ല. കാര്യം ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി എന്താണോ അതെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. കുക്കിംഗ് ആണെങ്കിലും, ട്രാവലിംഗ് ആണെങ്കിലും, എക്സ്പ്ലോറിംഗ് ആണെങ്കിലും, ഭക്ഷണ സംസ്കാരം മനസ്സിലാക്കി ടേസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും, ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിലും, എനിക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ എനിക്കൊരു ഭയങ്കര സ്പിരിറ്റാണ്. ഒരു പക്ഷേ ഒരു 10-14 കൊല്ലത്തോളം ഞാൻ ഇന്ത്യ ഒട്ടാകെ നടന്ന് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരാളാണ്. എന്നിട്ടും എനിക്ക് ആ ഒരു ആഗ്രഹം തീരുന്നില്ല എന്നുള്ളതാണ്. ഇനിയും പോകണം, പോയ സ്ഥലത്ത് തന്നെ വീണ്ടും പോകണം, വീണ്ടും പുതിയ കാര്യങ്ങൾ കാണണം, കണ്ട കാര്യങ്ങൾ തന്നെ വീണ്ടും കാണണം. അതിനെനിക്കൊരു മടുപ്പില്ല. അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ ആ ഒരു സ്പിരിറ്റാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ.
നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിനോട് നമുക്കൊരു അതാണ് ഈ പാഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ രാവിലെ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പുറത്ത് ഷൂട്ട് ചെയ്യാൻ പോണ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ് മാത്രം പോകാനായിട്ട് ഇറങ്ങുന്ന ഒരു എപ്പിസോഡ് അതായിരിക്കും. പോവുകയാണെങ്കിൽ ഒരു ചായക്കട ആയിരിക്കാം, കുറച്ച് ദൂരമായിരിക്കാം. പക്ഷെ അവിടെ 4 മണിക്ക് എത്തണം, അല്ലെങ്കിൽ 5 മണിക്ക് എത്തണം, രാവിലെ 6 മണിക്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഒരു 4-4:30 ഇറങ്ങണം. അപ്പോൾ ആ തലേദിവസം ഞാൻ ഉറങ്ങുന്നത് തന്നെ ഒരു പക്ഷേ 2-3 മണിക്കൂറായിരിക്കും. ഉറങ്ങാതെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പോയ ദിവസങ്ങളുമുണ്ട്. എത്തണം എന്നുള്ളത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പങ്ക്ച്വാലിറ്റി എനിക്ക് വളരെ പ്രധാനമാണ്. ഒരു സമയത്ത് ഒരു സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിയിരിക്കും. അത് എങ്ങനെയെങ്കിലും എത്തും. പറ്റിയില്ലെങ്കിൽ എൻ്റെ കയ്യിലല്ലാത്ത കാരണങ്ങൾ കൊണ്ട് മാത്രം പറ്റിയില്ലെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതെനിക്കൊരു നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാവിലെ അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ബാക്കി ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എനിക്കൊരു മടുപ്പില്ല. രാത്രി പിന്നെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങുള്ളൂ. ഇടയ്ക്കുള്ള ഉറക്കമൊന്നും ഇല്ല. പിന്നെ ഇപ്പം നമ്മൾ ഔട്ട്ഡോർ ഇപ്പോൾ തമിഴ്നാട്ടിലോ വേറെ ഏതെങ്കിലും സ്ഥലം 2-3 ദിവസത്തേക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പോവുകയാണെങ്കിലും രാവിലെ 7 മണി 7:30 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ. പിന്നെ എൻ്റെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എൻ്റെ ടെക്നിക്കൽ സ്റ്റാഫാണെങ്കിലും അവരും എന്നോടൊപ്പം, ക്യാമറയാണെങ്കിലും കൂടെ വരുന്ന ആരാണെങ്കിലും ഡ്രൈവറാണെങ്കിലും എല്ലാവരും ആ സമയത്ത് അവരും റെഡി ആയിരിക്കും. എന്നിട്ട് പോയിട്ട് ഇതെല്ലാം ചെയ്ത് ഓരോന്ന് ചെയ്ത് 3 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. ഇടയ്ക്ക് റൂമിൽ വന്നിട്ട് നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് പോകും. ചിലപ്പോൾ ഡ്രസ്സ് മാറാൻ പറ്റാത്ത 1 ഡേ ട്രിപ്പൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് മാറാൻ തന്നെ പറ്റണമെന്നില്ല. രാവിലെ പോയി രാത്രി തിരിച്ച് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് ഞാൻ മാക്സിമം വർക്ക് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം എനിക്കതല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ആരും സ്പോൺസേഴ്സൊന്നുമില്ല. നമ്മൾ തന്നെ ബഡ്ജറ്റ് ഇട്ട് പോയി നമ്മൾ പൈസ കയ്യിൽ നിന്ന് മുടക്കി ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ദിവസം മാക്സിമം വർക്ക് ചെയ്തിട്ട് വരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് എൻ്റെ വളരെ വിലയേറിയ സമയം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ എനിക്ക് മാക്സിമം ഔട്ട്പുട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകണം. അല്ലെങ്കിൽ എനിക്ക് സമയക്കുറവുള്ള ആളാണ്. ഇവിടെ നിന്ന് എപ്പോഴും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കുടുംബങ്ങളും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് വീട് മിസ് ചെയ്യും കൂടുതലായിട്ട്. ഇങ്ങോട്ട് വരണം. അപ്പോൾ എന്നാൽ എൻ്റെ പാഷൻ നടക്കും വേണം. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും പോകുന്ന സമയം. ആ സമയത്ത് ഞാൻ അറിയാറേയില്ല എൻ്റെ ഒരു ക്ഷീണമോ ഒന്നും അറിയില്ല. ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സമയത്തിന് കഴിച്ചാലും ഒന്നും പ്രശ്നമില്ല. ഓടിക്കൊണ്ടേയിരിക്കും. എന്താ പറയുക, നമ്മുടെ ആ വീൽ ഓടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ദാറ്റ് ഹാപ്പൻസ്. ആ ഒരു 3 ദിവസമാണെങ്കിൽ 4 കണ്ടിന്യൂസ് വർക്ക്. ഞാൻ അറിയില്ല. രാത്രി തിരിച്ച് റൂമിൽ ഒരു 11 മണിയോ 12 മണിയോ മേലൊക്കെ കഴുകി കിടക്കാൻ നേരത്തായിരിക്കും ഒരു പക്ഷേ കാല് വേദനയൊക്കെ തോന്നും. കാലിനൊരു വേദന ഉണ്ടാവും, ഒരു ക്ഷീണം ഉണ്ടാവും, ബാക്കിനൊക്കെ ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാകും. എന്നാൽ അത് വളരെ നെഗ്ലിജിബിളാണ്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം പോകാനുള്ളതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനെക്കുറിച്ച് ചെറിയ റിസർച്ച് വർക്ക് ഉണ്ടാവും. അതെന്തെങ്കിലുമൊക്കെ എഴുതി നോട്ട് ചെയ്ത് വെക്കാനുണ്ടാവും. ചെയ്യാനുള്ള ബാക്കി അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. എന്നിട്ട് ഏർലി മോർണിംഗ് എഴുന്നേറ്റ് വീണ്ടും പോവാണ്. ഈ ഒരു പ്രോസസ്സ് 3 ദിവസം കഴിഞ്ഞ് എനിക്ക് ഒരു ക്ഷീണവും ഇല്ലാതെയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴാണ് എൻ്റെ ക്ഷീണമൊക്കെ പുറത്തേക്ക് വരുന്നത്. പിന്നെ ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മുടെ റുട്ടീനായിട്ട് നമ്മുടെ മെയിൻ ചാനലിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് വ്ളോഗ്സ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു റുട്ടീനും ഞാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഒരു സമയം പോലും ഞാൻ ഐഡിയലായിട്ട് കളയാറില്ല. കഴിയുന്നിടത്തോളം ഞാൻ പ്രൊഡക്റ്റീവ് ആകാനാണ് നോക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും, അടുത്ത കാലത്ത് കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞത് ഓക്കെ ഞാൻ എന്തിനാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ അത് ഇടുമ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ അറിയാമല്ലോ, ഒരുപാട് മുഖമില്ലാത്ത ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും. നമ്മുടെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്നേഹിക്കുന്നവരൊന്നും ആവണമെന്നില്ല. മറ്റേ നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ അനാവശ്യമായ ഒരുപാട് കമൻറ്റ്. ഇവർക്ക് ഭയങ്കര പൈസയ്ക്ക് ആർത്തിയാണ്, പൈസ വേണം പൈസ. ഞാൻ അതാണ് പറയുന്നത്, പൈസയ്ക്ക് വേണ്ടിയല്ല. പക്ഷേ പൈസ ഹാപ്പൻസ്, ഇൻസിഡൻ്റലി പൈസയും വരുന്നു. നമ്മൾ ചെയ്യുന്ന വർക്ക് പൈസ കിട്ടുന്ന വർക്കാണ്. നമ്മളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യൂസ് അനുസരിച്ച് ഇൻകം വരും. പക്ഷെ അത് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ഈ ജോലി ചെയ്യും. പണ്ടും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയാണോ എന്ന് വെച്ചാൽ അല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുന്നു, എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു, അപ്പോൾ നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കും. ഇതെല്ലാം ഒരു പരസ്പര പൂരിതമായ കാര്യമാണ്. ഇതൊരു വലിയ സർക്കിൾ പോലെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആരാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം എന്താണോ, നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യുക. പാഷനേറ്റായിട്ട് എന്താണോ ഇഷ്ടം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഭക്ഷണ കാര്യത്തിലാണെങ്കിലും മിതത്വം പാലിക്കുക, അതായത് പോർഷൻ കൺട്രോൾ ചെയ്യുക. പക്ഷേ വേണ്ട കാര്യങ്ങളൊക്കെ കഴിക്കാൻ നോക്കുക. പിന്നെ ന്യൂട്രിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം നിങ്ങളുടെ ഭക്ഷണക്രമം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു 40s ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഓവറായിട്ട് മധുരമൊന്നും കഴിക്കാതിരിക്കുക. അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ എക്സസൈസ് വേണം. ഞാൻ പറയുന്ന പോലെയല്ല, എനിക്കിപ്പോൾ എക്സസൈസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ 24/7 ആക്റ്റീവായി നടക്കുന്ന ആളായതുകൊണ്ട് എനിക്കതൊരു എക്സസൈസ് തന്നെയാണ്. ഞാൻ ഫിസിക്കലി ഞാൻ നന്നായിട്ട് എക്സേർട്ട് ചെയ്യുന്ന ആളാണ്. ഓടി നടന്നു ഒരിടത്ത് മിണ്ടാതിരിക്കുന്നില്ലല്ലോ. പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല ഒരുപാട് മല കയറുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ്. പക്ഷേ വെറുതെ ഇരിക്കുന്ന സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ യോഗ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കാര്യങ്ങളോ ഒക്കെ ചെയ്തിരിക്കണം. ഒരു പക്ഷേ ജിമ്മിൽ പോകാനൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്നത് സൂക്ഷിച്ച് വേണം. ചില എക്സസൈസ് മാത്രമേ, ചില മെഷീൻസ് മാത്രമേ ഉപയോഗിക്കാനും പറ്റുള്ളൂ. കാര്യം
മുട്ടിന് തേയ്മാനം വരാനുള്ള സാധ്യതകളോ അങ്ങനത്തെ ഒക്കെ ഉണ്ടായതുകൊണ്ട് ബോണിൻ്റെ ഡെൻസിറ്റിയൊക്കെ കുറഞ്ഞു വരുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ നോക്കിയേ ചെയ്യാവുള്ളൂ. അറ്റ് ദ സെയിം ടൈം മസിൽസിന് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്യുന്നതിൽ തെറ്റില്ല. അത് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന് പല മെത്തേഡ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം ചെയ്യാം. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബ്യൂട്ടി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഹെയർ ആണെങ്കിലും നമ്മളിപ്പോൾ മുടി നരച്ചു പോയി അതുകൊണ്ട് നമ്മൾ സമയത്തിന് പോയി കളർ ചെയ്യാതിരിക്കുക, നമ്മളെ തന്നെ നോക്കാതിരിക്കുക, അതിലൊന്നും കാര്യമില്ല. അപ്പോൾ ഒരു സെൽഫ് കെയർ ആവശ്യമാണ്. അത് വീട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ പാർലേഴ്സിൽ പോയി ചെയ്യാം. വീട്ടിൽ വന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് ഹെയർ കളർ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, പിന്നെ മുഖത്ത് പുരട്ടുന്ന കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ കൃത്യമായി ചെയ്യണം. എല്ലാത്തിനും ഒരു കൺസിസ്റ്റൻസി വേണം. പിന്നെ എല്ലാത്തിനും ഒരു എന്താ പറയുക, നമ്മളൊരു സ്ഥിരമായിട്ട് ചെയ്യണം. അപ്പോൾ ഒരു റുട്ടീനാണെങ്കിൽ എല്ലാ ആഴ്ചയിലും എത്ര ദിവസം എന്ത് കാര്യം ചെയ്യുന്നു എന്നുള്ളത് അത് മുടക്കാതെ ചെയ്യുക. ഭക്ഷണം പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഞാൻ എപ്പോഴും പറയുന്നില്ലേ. പിന്നെ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ 40+ ആയിട്ടുള്ളവർ കഴിച്ചിരിക്കണം, പലതരം. അത് ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അതായത് നമുക്കെല്ലാം ധാരാളമായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ടാകും. അതുപോലെ ബി കോംപ്ലക്സ് കഴിക്കണം. പിന്നെ അതുപോലെ സിങ്കിൻ്റെ മരുന്ന് വരുന്ന വൈറ്റമിൻസ് വരുന്ന അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കണം. പിന്നെ ഗ്ലൂട്ടത്തിയോണിൻ്റെ ടാബ്ലറ്റ്സ് കിട്ടും, അതിൻ്റെ മരുന്നായിട്ട് തന്നെ കിട്ടും. അതിനും ഒക്കെ ഡോക്ടറിൻ്റെ ഒരു ഗൈഡൻസ് ചെയ്യണം. എത്ര നാൾ കഴിക്കണം, അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നാൾ കഴിക്കാൻ പാടില്ല. കുറച്ച് നാൾ കഴിച്ചിട്ട് പിന്നെ ബ്രേക്ക് എടുക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ബയോട്ടിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ബയോട്ടിൻ ടാബ്ലറ്റ്സ് ആയിട്ട് അങ്ങനത്തെ രീതിയിലും മെഡിസിനായിട്ട് ഓൾട്ടർനേറ്റീവായിട്ട് കഴിക്കാം. അല്ലാതെ ഭക്ഷണത്തിലൂടെ ബയോട്ടിൻ ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് നോക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കറുത്ത എള്ളും കരിപ്പട്ടിയും കൂടി ഇടിച്ച് വെച്ച് ഉരുട്ടി വെച്ചേക്കുക, ലഡ്ഡു പോലെ. എല്ലാ ദിവസവും ഒരെണ്ണം മസ്റ്റായിട്ട് കഴിക്കണം. മെനോപോസ് കഴിഞ്ഞവർ നിർബന്ധമായി കഴിക്കണം. നമുക്ക് വളരെ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ അത് നല്ലതാണ്. നാച്ചുറൽ ഈസ്ട്രജൻ നമുക്ക് കുറയുന്ന സമയമാണ്, കുറഞ്ഞിരിക്കുന്ന സമയം, പക്ഷേ നമുക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അത് മസ്റ്റായിട്ട് കഴിക്കണം. പിന്നെ ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ഹെയർ ഗ്രോത്തിനും സ്കിന്നിൻ്റെ എല്ലാ കാര്യത്തിനും അങ്ങനത്തെ ഒരു ബയോട്ടിൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ആൽമണ്ട്സ്, വാൾനട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പൊടിച്ച് നമ്മൾ വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യങ്ങളും അതിപ്പോൾ ചിയാ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, ഇതെല്ലാം കൂടി പൊടിച്ച് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും സ്മൂത്തിയിലോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിനകത്ത് കലക്കി കഴിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സലാഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ കുറച്ച് കരിപ്പട്ടിയും കൂടി ചേർത്ത് അതിൻ്റെ കൂടെയും കരിപ്പട്ടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവലോസ് പൊടി പോലെ എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ലഡ്ഡു പോലെയും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എള്ളും കരിപ്പട്ടിയും കഴിക്കണം. കരിപ്പട്ടിയിലും ധാരാളം അയൺ കണ്ടൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബയോട്ടിൻ പൗഡറും ഉള്ളിൽ ചെല്ലുന്നത് നല്ലതാണ്. ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് കഴിക്കുന്ന ആളാണ്. പിന്നെ എന്താ പറയുക, ഈ നമ്മുടെ കോഡ് ലിവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കില്ലേ, 7 സീസിൻ്റെ ഒരു ഗോൾഡൻ കളറിലെ ഒരു ക്യാപ്സ്യൂൾ ഗുളിക പോലെ ഇരിക്കുന്ന തിളക്കമുള്ള, അതായത് ഫിഷ് ലിവർ ഓയിലാണ്. അപ്പോൾ അതും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സുമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പോഷകക്കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും വൈറ്റമിൻസ് ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഈ ഒരു മൾട്ടി വിറ്റമിൻസും മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് കഴിക്കുന്നത്. നമ്മുടെ നാച്ചുറൽ ഫുഡിലൂടെ കിട്ടുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. എങ്കിലും 40+ ആയിട്ടുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ, പിന്നെ മെനോപോസ് കഴിഞ്ഞ ആൾക്കാർ കഴിക്കേണ്ട കുറച്ച് ഗുളികകളുണ്ട്, അതെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അയൺ, കാൽഷ്യം ഗുളികകൾ മസ്റ്റാണ്. കാൽഷ്യം റിച്ച് പ്രോഡക്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അയൺ ടാബ്ലറ്റ്സിൻ്റെ ഗുണങ്ങളുണ്ടാവണം. അങ്ങനെ കുറേ കാര്യങ്ങൾ വിത്ത് കൺസൾട്ടേഷൻ, നമ്മളൊരു കൺസൾട്ടേഷനോടുകൂടി കഴിയും. പിന്നെ പീരിയോഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ മറക്കരുത്. സ്ത്രീകളായതുകൊണ്ട് യൂട്രസ് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഏത് പ്രായത്തിലും വരാം, പക്ഷേ കുറച്ച് ഏജ് ആകുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. അപ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് വൺസ് ഇൻ എ വൈൽ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നേരത്തെ തുടങ്ങാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നേരത്തെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഇതെല്ലാം നമ്മൾ കുറേ ശ്രദ്ധിക്കുന്നു, പിന്നെ വരാനുള്ളത് വരും, അത് വേറെ കാര്യം. എങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കാര്യങ്ങൾ. ഒരു സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ ഹെൽത്ത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ആ സന്തോഷം മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ മനസ്സെപ്പോഴും ശാന്തമാക്കി വെക്കാൻ നോക്കുക, ടെൻഷൻ ഫ്രീ ആക്കാൻ നോക്കുക. ടെൻഷൻ ഉണ്ടാകും, സ്വാഭാവികമായി പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ടെൻഷൻസൊക്കെ കുറച്ച് ലൈറ്ററായിട്ട് കാണാനും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിയാവും. എന്തായാലും ഇങ്ങനെയാണ് ഞാൻ അപ്പോൾ ഇതൊക്കെയാണ് കുറേ സംശയങ്ങൾ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പല ചോദ്യങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു ദിവസം ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ഹെൽത്ത്
നിങ്ങളുടെ സൗന്ദര്യം, ബ്യൂട്ടി, ദാറ്റ് ഈസ് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അത് പുറമേ കാണുന്നതല്ല കേട്ടോ. അഡീഷണലായിട്ട് ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ബ്യൂട്ടി ഇരിക്കുന്നത്. നമ്മുടെ സ്വഭാവം തന്നെയാണ് നമ്മുടെ ബ്യൂട്ടി. എങ്കിലും ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ, എങ്കിലും പുറമേ കാണുന്ന ഒരു ഒരു പുറമോടി ഉണ്ടല്ലോ, അത് നമുക്ക് കോൺഫിഡൻസ് തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി അത് എൻഹാൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ടുള്ള ബ്യൂട്ടി കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ നിങ്ങളും ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചും നിങ്ങളുടെ സ്കിന്നിനും ഹെയറിനും നിങ്ങളുടെ ശരീരത്തിനും ചേരുന്ന രീതിയിലും കസ്റ്റമൈസ്ഡായിട്ട് നിങ്ങൾ തന്നെ ഒരു ഫോർമുല കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത് റുട്ടീനായിട്ട് ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണാൻ നോക്കുക. നല്ലതായിട്ടുള്ള കാര്യങ്ങൾ വരും സ്വാഭാവികമായിട്ടും. പിന്നെ ഞാനൊരു എന്താ പറയുക, ദൈവവിശ്വാസമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ അതിലും വിശ്വസിക്കുന്നു. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ മാക്സിമം നോക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്താണ് ഇപ്പോൾ നോക്കിയാലും മുടി ഇങ്ങനെ പിടിച്ചോ. അതൊരു മാനറിസമാണ്. എന്ത് ചെയ്യാനാണ്, മുടി ഇങ്ങനെ അറിയാതെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സ്ക്രീനിൽ എനിക്ക് എന്നെ കാണാമല്ലോ. അപ്പോൾ ഞാൻ ഇത് മുടി ഇങ്ങനെ അതൊരു മാനറിസമാണ്. നമുക്ക് ഓരോരോ മാനറിസംസ് ഉണ്ടല്ലോ. ആൾക്കാർ സംസാരിക്കുന്നതിലും ജസ്റ്റേഴ്സ്, നമ്മുടെ കൈ എങ്ങനെ വയ്ക്കുന്നു, എങ്ങനെ പറയുന്നു, ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ എൻ്റെ ചില നല്ലതോ ചീത്തയോ ആയാലും എൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് ഇത്തരം ജസ്റ്റേഴ്സ് എന്ന് വിചാരിക്കും. എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നതും ഞാനത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചേച്ചി എന്നാണോ മറുപടി, ഞാൻ തന്നെയാണ് മറുപടി തരുന്നത്. ഞാൻ എല്ലാ കമൻറ്റ്സും വായിക്കാറുണ്ട്. അതുകൊണ്ട് പ്ലീസ് ടു കം ടു ദ കമൻറ്റ് ബോക്സ് ആൻഡ് എന്താ പറയുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. ഏതൊരു ഇൻട്രാക്ഷൻ തന്നെയാണ്. പിന്നെ ചേച്ചിയെ കാണാൻ പറ്റുമോ, കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും കാണാൻ പറ്റും, എന്താ പറ്റാത്ത. എല്ലാവർക്കും എനിക്ക് നമ്പർ കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ വരികയാണെങ്കിൽ എൻ്റെ വീട് ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഞാനുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും കാണാം, ഒരു കുഴപ്പമില്ല, കാണാം. പിന്നെ പുറത്ത് എവിടെ വെച്ച് കണ്ടാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നെ കാണുമ്പോൾ വന്ന് സംസാരിക്കുക. പിന്നെ ഞാൻ കേരളം വിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനങ്ങനെ സാധാരണ നോട്ടിഫിക്കേഷൻ കൊടുക്കാറില്ല. ആദ്യമേ പോയിട്ട് വന്നിട്ടാണ് എല്ലാവരും അറിയുന്നത്. പിന്നെ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും കമ്മ്യൂണിറ്റിയിൽ കൊടുക്കണം. ഞാൻ നോക്കട്ടെ കമ്മ്യൂണിറ്റിയിൽ ഒരു അറിയിപ്പ് കൊടുത്തിട്ട് പോകാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് എന്നെ ബന്ധപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് എന്നെ സഹായിക്കാനും പറ്റും. അവിടുത്തെ ലോക്കലായിട്ടുള്ള എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരാനും ഒക്കെ പറ്റുമല്ലോ. പിന്നെ നിങ്ങളെനിക്ക് കാണാനും പറ്റും. ഓക്കെ. പിന്നെ ഭയങ്കര തിരക്കായിരിക്കും ഞാൻ ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ. എനിക്ക് ഒരു ശകലം സമയം പോലും സ്പെയർ ചെയ്യാനുണ്ടാവില്ല. അതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങനെ അറിയിച്ചിട്ട് പോകാത്ത. ആരെയും എനിക്ക് മീറ്റ് ചെയ്യാൻ പോലുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് വിഷമമാവില്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്കിതിൽ പറഞ്ഞു തീർക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇതൊരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ പല പ്രാവശ്യമായിട്ട് ചോദിച്ച് ഞാൻ ഇങ്ങനെ ഓർമ്മിച്ച് വെച്ച് പറഞ്ഞാണ്. ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ. ഇതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചോദിക്കും. ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മണ വ്ളോഗ്സ്. ലവ് യു ഓൾ.